ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇതിനു മുന്നായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുമ്മായവും നമ്മുടെ ചീപ്പിളിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളെ മണ്ണ് ട്രീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള വെക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഒന്ന് പോയി കാണാം കേട്ടോ. ഞാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നതായിരിക്കും അതിന്റെ ലിങ്ക് കേട്ടോ. ആ വീഡിയോന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ ഒന്ന് കാണാത്തവരുടെ കാണാം. അങ്ങനെ ഇതാ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇനി നമ്മളുടെ ഈ പോട്ടി മിക്സ് നന്നായിട്ട് എല്ലാം കുമ്മായും നമ്മുടെ ചിപ്പിളിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിറക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചട്ടിയുടെ അടിഭാഗത്ത് എന്താണ് വെക്കുന്നുള്ളതെന്നൊക്കെ ഇതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക കേട്ടോ. അതിനിതാ ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി ഇതിൽ മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ എന്തായാലും ചാണകപ്പൊടി ഇടൂല കേട്ടോ. നമ്മൾ ചട്ടിയിൽ നിറക്കുമ്പോൾ ചാണകപ്പൊടി ഇതിൽ മിക്സ് ചെയ്തിട്ട് നമ്മളെ പോട്ടി മിക്സ് ചട്ടിയിൽ നിറക്കുക. പിന്നെ ഇതിൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇടണോ, അത് എൻ്റെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇട്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ പിന്നെ അതിൽ തൈ നടുന്ന സമയത്ത് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ഞാൻ ഇടാത്തത്. ഇടും ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഈ ഒന്നിച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് പൊട്ടി മിക്സ് റെഡി ആക്കി കൊടുക്കാം. ചട്ടിയിൽ നിറച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ചകിരി നമ്മുടെ ചട്ടിയിലെ അടിയിൽ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ കടക്ക ഉണ്ടാവില്ല, ചകിരിന്റെ കടക്ക. ആ കടക്ക ഞാൻ കളയാണ്ട് ഞാൻ ഒരു ചാക്കില് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു സൈഡിൽ ഏതെങ്കിലും വെച്ചാൽ മതി, ടെറസിന്റെ മുകളിൽ തന്നെ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ചട്ടീന്റെ അടിയിലായിട്ട് നമ്മുടെ ഈ ഇഷ്ടികക്കട്ടയോ കല്ലിന്റെ കഷ്ണമോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചകിരി ഞാറുണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വേനൽക്കാലത്തൊക്കെ നല്ല ഉപകാരമാണ്. പിന്നെ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. പിന്നെ അടിഭാഗത്ത് മണ്ണങ്ങ് ഒലിച്ചു പോവുകയോ തറഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും ഉണ്ടെങ്കിൽ ഇതൊന്നും കളയാൻ നിൽക്കണ്ട. ഏതെങ്കിലും ഒരു ചാക്കിലോ മറ്റോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തായാലും ചെടിയൊന്നും പച്ചക്കറി നട്ടുപിടിപ്പിക്കാത്തവരുണ്ടെങ്കിലും ചെടിയൊന്നും ആരും നട്ടുപിടിപ്പിക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെടി നടുമ്പോൾ ചെടിച്ചട്ടീന്റെ അടിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം. നമുക്ക് അത് കത്തിച്ച് കളയോ വേസ്റ്റ് ഇടുകയോ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇതുപോലെ ഉണ്ടെങ്കിൽ എല്ലാവരും ദയവേത് എടുത്ത് വെച്ചോളൂ, കളയേ വേണ്ട കേട്ടോ. അങ്ങനെ എന്താ ചാണകപ്പൊടി അത് ശരിക്കും പൊടിഞ്ഞിട്ടില്ല, ചാക്കിൽ ഇട്ട് വെച്ചുകൊണ്ട് പൊടിയാത്തതുകൊണ്ട് ഞാൻ ഇത് കാലോട് നന്നായിട്ട് എല്ലാം ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഉടച്ചു കൊടുക്കണ നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ഇത് മൊത്തമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉടച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അതില് നമ്മള് പോട്ടി മിക്സ് ചട്ടിയിൽ നിറച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ എന്നാലും അത് പൊടിഞ്ഞ് അതിൽ മിക്സ് ആയിക്കോളും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് പൊടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ എല്ലാം എന്നിട്ടൊന്നും കൂടി എല്ലാം മിക്സ് ചെയ്യലാണ്. നമ്മളിത് ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ. നമ്മൾ ഒരു 10-13 ചട്ടി അങ്ങനെയാണ് നിറക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചാണകപ്പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അല്ല മൊത്തമായിട്ട് അങ്ങ് ചാണകപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ പോട്ടി മിക്സ് ചട്ടിയിൽ പിന്നെയും നിറക്കുന്നതിനനുസരിച്ച് ഇതുപോലെ ചാണകപ്പൊടി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്തിട്ട് അത് ചട്ടിയിൽ നിറച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതാ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടീന്റെ അടിയിൽ അതുപോലെ ചേരി ഞാര് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരഭാഗമോ അല്ല മുക്കാഭാഗമായിട്ട് ഈ പോട്ടി മിക്സ് നിറച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം എന്തെങ്കിലും ഒരു പച്ചക്കറി തൈ എന്തെങ്കിലും കിട്ടുമ്പോൾ വേഗം നമുക്കൊന്ന് നട്ടു കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ എല്ലാം ഇതിന്റെ അടിയിലായിട്ട് ചകിരി ഞാര് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചിക്കുക, എന്നിട്ട് അത് ചകിരി ഞാര് ചട്ടിന്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതില് പൊട്ടി മിക്സ് നിറക്കുക കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യല്. അല്ലെങ്കിൽ നമുക്ക് ചകിരി ഞാര് ഇല്ലെങ്കിൽ കരിയില ഒരിക്കലും കളയാൻ നിൽക്കേണ്ട, നല്ലൊരു വളവും കൂടിയാണ്. നമുക്ക് ഈ പൊട്ടി മിക്സ് നിറക്കുമ്പോൾ ചെടിച്ചട്ടീന്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കാം. ഈ ചകിരി ഞാരൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് നമ്മുടെ ചപ്പുണ്ടാവല്ലോ, പറമ്പിൽ നിന്നൊക്കെ അടിച്ചു വാരി കിട്ടുന്ന ചപ്പൊന്നും ഞാൻ കളയൂല കേട്ടോ. അതെല്ലാം ഞാൻ ചാക്കില് നിറച്ചു വെക്കലാണ്. എന്നിട്ട് ഇതുപോലെ ചട്ടീന്റെ അടിയിലായിട്ടും അല്ലെങ്കിൽ നമ്മൾ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലായിട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വിത്ത് വെള്ളം ഒഴിക്കുമ്പോൾ തെറിച്ചു പോവുകയോ അത് നശിച്ചു പോവുകയോ ഒന്നും ചെയ്യൂല. നമ്മൾ എന്തെങ്കിലും നട്ടു കൊടുത്താലും അങ്ങനെയാണ് ചെയ്യുക, ചപ്പിട്ട് കൊടുക്കും. അപ്പോൾ
അത് വളമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം ചട്ടി ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇത്രയും മണ്ണുണ്ട് കേട്ടോ. അത് ഞാൻ ഇതുപോലെ തന്നെ പായപ്പാടെ അങ്ങ് മൂടി വെച്ചു കൊടുക്കുക. ഇപ്പൊ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ അപ്പൊ മഴയൊന്നും പെയ്യാനാവുന്ന സമയമാകുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറിലായിട്ടോ ഇട്ട് വെക്കും കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ഉപകാരമാണ്. പിന്നെ എത്ര വെയിറ്റ് വേണമെങ്കിലും ഇത് താങ്ങും കേട്ടോ. അപ്പൊ ഞാനിത് 22 വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1000 സംതിങ് ആണ് ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. 1000 സംതിങ് ആണ് വില വന്നത്. അപ്പൊ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് 22 വാങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി വാങ്ങണമെന്നുണ്ട്. പിന്നെ ഇതാ ഇതെല്ലാം ഞാൻ നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് പിന്നെ ചട്ടി വെച്ചു കൊടുത്താലും പിന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ചാലും ഈ ചട്ടിയപ്പോൾ നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡപ്പാട് എടുത്തിട്ട് നമുക്ക് നീക്കി വെക്കാനും പറ്റും കേട്ടോ. നല്ല ഉപകാരമാണ്. ഞാൻ ഇത് വാങ്ങിയിട്ട് ഇപ്പൊ 1 വർഷമെല്ലാം കഴിഞ്ഞു. ഇതുവരെ അങ്ങനെ തുരുമ്പൊടിക്കോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആണിത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എത്ര വെയിറ്റ് ഉള്ളത് വേണമെങ്കിലും ഞാൻ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ഒടിഞ്ഞു പോവോ ഒന്നും ചെയ്യുന്നില്ല. എത്ര വെയിറ്റ് ഉള്ളതും നമുക്ക് ഇതിന്റെ മുകളിൽ വെക്കാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ചട്ടി ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. പിന്നെ ഇങ്ങനെ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എവിടെന്നെങ്കിലും പെട്ടെന്ന് ഒരു വിത്ത് കിട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വന്നിട്ട് പാകി കൊടുക്കാം. പിന്നെ എന്തെങ്കിലും പച്ചക്കറി തയ്യോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് പോട്ടി മിക്സ് ചട്ടിയിൽ നിറക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് നടുക വേണ്ടു. പിന്നെ എന്തെങ്കിലും വിത്തിട്ട് വെച്ചാലും വേഗം നമുക്ക് പറിച്ച് നടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചാൽ നമുക്കത് ഉപകാരമാകും കേട്ടോ, നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് പോട്ടി മിക്സ് എപ്പോഴും നമ്മൾ ഒരു കുറച്ചെങ്കിലും ഒരു ചാക്കെങ്കിലും നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പൊ വേഗം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലോ പോട്ടി മിക്സ് കുറവുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പൊ ആദ്യം ഇതുപോലെ മിക്സ് ആക്കിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേറെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അതെല്ലാം ചട്ടിയും ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ഒരാൾക്ക് നടക്കേണ്ട ഗ്യാപ്പ് ഈ റൈറ്റ് സൈഡ് കാണുന്നുണ്ടല്ലോ, അത് പിന്നെ നമുക്ക് ഒരാൾക്ക് നടക്കേണ്ട ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനും വളമിട്ട് കൊടുക്കാനും ഒക്കെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ നടക്കാനുള്ള ഗ്യാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചട്ടി വെച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊരു 3 ചട്ടി കൂടി ഉണ്ട്. അത് ഇപ്പുറത്തെ ഭാഗത്ത് സ്റ്റാൻഡ് വെച്ചിട്ട് അതുപോലെ വെച്ചു കൊടുക്കും കേട്ടോ. ഇതാ 3 ചട്ടി ബാക്കിയുണ്ട്. കുറച്ച് മണ്ണും ഉണ്ട്. ഇനിയിപ്പോ അത് അപ്പാടെ അങ്ങ് മൂടി വെക്കും. എന്നെ ആ 3 ചട്ടി കൂടി ഈ ഒരു സൈഡിലായിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെതാ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നിരത്തി വെച്ചിട്ട് കാണാൻ വേണ്ടിട്ട്. എനിക്കിതാ കുറച്ച് വിത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് ഷമാമിന്റെ വിത്താണേ. അത് ഞാൻ ഇതിൽ ഇട്ട് വെച്ചതാണ്, വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മള് വിത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളക്കും കേട്ടോ. 3 ദിവസം 4 ദിവസത്തിനുള്ളിൽ നമുക്കിത് മുളച്ച് വരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ സാധാ വിത്ത് മാത്രം പാകുന്നതിനാകാട്ടി നമുക്ക് സ്യൂഡോമോണസിലോ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ വിത്ത് മുളച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇത് ഈ വിത്തൊക്കെ ഒന്ന് ചിക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് പിന്നെ കരിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ വിത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോവോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് കരിയില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ചാക്കിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ചാക്കിലെല്ലാം ആക്കിയിട്ട് കരിയിലൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇതുപോലെ എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നമുക്ക് ഇടാലോ. അങ്ങനെ ഞാൻ കരിയില കൂടി ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ കരിയില ഇടുമ്പോൾ നമുക്ക് വിത്ത് പെട്ടെന്ന് മുളച്ച് കിട്ടും കേട്ടോ. അത് നമുക്ക് ഈ ഈർപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഈർപ്പം എന്തായാലും അതിൽ നിലനിൽക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിത്ത് മുളച്ച് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് കരിയില ആരും കളയാൻ നിൽക്കണ്ട. ഇതുപോലെ ഒരുപാട് ഉപകാരമുണ്ട് കേട്ടോ. നമുക്ക് ഈ തൈ നട്ട് കഴിഞ്ഞാലും നമുക്ക് അതില് ഈർപ്പം നിലനിൽക്കണമെങ്കിൽ നമ്മൾ കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു നേരമൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കരിയില കളയരുത്. ഇതുപോലെ ഉപകാരം ഉണ്ടാവും. ഇങ്ങനെ കുറച്ച് വിത്ത് കൂടി ഉണ്ട്. അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ വിത്തെല്ലാം ഉണ്ട്. അതിൽ ഞാൻ നട്ടു കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.
അപ്പൊ അതാ ഈ വിത്തും ഒരുപാട് വിത്തുണ്ട്. ഇതൊക്കെ ഞാൻ നോക്കി നോക്കി നടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ. അതുപോലെ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും വാങ്ങുമ്പോൾ ആ വിത്തൊന്നും കളയൂല. ഞാൻ ഇതുപോലെ പിന്നെ ഉണക്കി സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. പിന്നെ അപ്പാടെ തന്നെ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്യൂഡോമോണസിലോ ഇട്ട് വെച്ച് ഞാനത് പാകിയിട്ട് തൈ നടലാണ് കേട്ടോ. അപ്പൊ അത് ഒരുപാട് വിത്തുണ്ട്. വഴുതനന്റെയും മുളകിന്റെയും പിന്നെ തക്കാളിന്റെ ഒക്കെ വിത്തുണ്ട്. അതൊക്കെ നോക്കി വെക്കലാണ്. അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പൊ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്ക